കൃഷ്ണനാട്ടത്തിലെയും കഥകളിയിലെയും കൃഷ്ണന്റെ കിരീടം ഏത് പൂവിൻ്റെ രൂപഭംഗി അനുകരിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? അതെ, വളരെയധികം സുന്ദരിയായിരുന്നിട്ടും നമ്മുടെ പൂന്തോട്ടങ്ങളിൽ അധികം ഇടം ലഭിക്കാതെ പോയ അതിമനോഹരിയായ കൃഷ്ണകിരീടം. ഇവളെ അറിയാത്ത മലയാളികൾ ആരും തന്നെ കാണില്ല. നമ്മുടെ നാട്ടിൻ പുറങ്ങൾക്ക് ഇത്രയധികം ഭംഗി നൽകിക്കൊണ്ട് വളരുന്ന ഈ ചെടിയിൽ ചുവപ്പ് കലർന്ന ഓറഞ്ച് നിറത്തിലുള്ള പൂക്കളാണ് ഉണ്ടാവുന്നത്. ക്ലീറോഡെൻഡ്രം പാനിക്കുലേറ്റം എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന ഇവർക്ക് മലയാളത്തിൽ കൃഷ്ണകിരീടം, ഹനുമാൻ കിരീടം, കൃഷ്ണമുടി, കാവടിപ്പൂവ് എന്നിങ്ങനെയും ഇംഗ്ലീഷിൽ റെഡ് പഗോഡ എന്നും വിളിപ്പേരുകളുണ്ട്. പൊതുവായി തണലുള്ള സ്ഥലങ്ങളിൽ കാണപ്പെടുന്ന ഇവയുടെ പൂക്കുല 45 സെൻറ്റിമീറ്റർ വരെയാണ് വളരുന്നത്. ഇവയെ ഓണക്കാലത്ത് തൃക്കാക്കരയപ്പനെ അലങ്കരിക്കാനും പൂക്കളം ഒരുക്കുവാനും നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്നു. കുട്ടിക്കാലത്തെ ഓണക്കാലത്തിൻ്റെ ഓർമ്മകളിലേക്ക് ഇവ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകും. നിരവധി ചിത്രശലഭങ്ങളെ ആകർഷിക്കുവാനുള്ള കഴിവ് കൂടി ഇവയ്ക്കുണ്ട്. പൂവിട്ട് തുടങ്ങിയാൽ 6 മാസത്തോളം നീളും അത് പൂർണ്ണമായും വിരിഞ്ഞു തീരുവാൻ. അതുകൊണ്ട് തന്നെ ഇവയ്ക്ക് 6 മാസ ചെടി എന്ന് കൂടി പേരുണ്ട്. നെഗറ്റീവ് എനർജിയെ ഇല്ലാതാക്കാൻ ഈ പൂവ് നല്ലതാണെന്നാണ് സങ്കല്പം. വേറെ ഒരു പ്രത്യേകത എന്തെന്നാൽ മലേഷ്യയിൽ വിശ്വാസപ്രകാരം മരിച്ചു പോയവരുടെ ആത്മാക്കളെ തിരിച്ചു കൊണ്ടുവരാം എന്നൊരു വിശ്വാസം കൂടിയുണ്ട് ഇവയ്ക്ക്. കീടനാശിനിയായും ഈച്ചകളെ തുരത്താനും ഇവയുടെ ഇലകൾ ഉപയോഗിക്കാറുണ്ട്. തീപ്പൊള്ളലേറ്റ പാടുകൾ മാറ്റുകയും ഒരുപാട് രോഗങ്ങൾക്ക് മരുന്നായും ഇവ ഉപയോഗിച്ചു വരുന്നു.